തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റക്കാർക്ക് കേരള ഹൈക്കോടതിയിലും തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. നേരത്തെ കീഴ്ക്കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ശിക്ഷ നീട്ടണമോ പരമാവധി ശിക്ഷ നൽകണമോ എന്നുള്ള ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കുവാനും ഹൈക്കോടതി തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആദ്യമുള്ള പ്രതികളുടെ കാര്യത്തിൽ വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ 2 പ്രാദേശിക നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയതാണ്. നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട 2 പേരെ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി എന്നുള്ള പ്രത്യേകതയും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന്റെ പ്രതിരോധമാണ് തകരുന്നത്. CPM വാദം പൊളിയുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന്. ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. 2 CPM നേതാക്കൾ കൂടി കുറ്റക്കാരെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നീ 2 പേരാണ് കുറ്റക്കാർ. KK കൃഷ്ണൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമാണ്. TP കേസിൽ CPM വാദം പൊളിക്കുന്നതാണ്. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള വാദം പൊളിക്കുന്നതാണ്. KK കൃഷ്ണൻ കൂടി കുറ്റക്കാരുടെ പട്ടികയിലേക്ക് വരുന്നത്. ജ്യോതി ബാബുവും ലോക്കൽ കമ്മിറ്റി അംഗമാണ്. P. മോഹനനെ വെറുതെ വിട്ടത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനെ വെറുതെ വിട്ടത് CPM-ന് ആശ്വാസമാണ്. P. മോഹനനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുവാനുള്ള തെളിവുകൾ ഇല്ല എന്ന് ഹൈക്കോടതിയും വിധിച്ചിരിക്കുകയാണ്. പക്ഷേ ജ്യോതി ബാബുവും KK കൃഷ്ണനും കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിൽ ഇനി CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിരോധം തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് KK രമ ഈ വിഷയത്തിൽ പ്രതികരിച്ചതും. ആദ്യം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ KK രമയുടെ പ്രതികരണം കേൾക്കാം. കുലം കുത്തികൾ ആരാണ് എന്നുള്ള ചോദ്യത്തിനാണ് കേരള ഹൈക്കോടതി മറുപടി നൽകിയിരിക്കുന്നത് എന്നാണ് KK രമയുടെ വാക്കുകൾ. ആ വാക്കുകൾ ആദ്യം. ഒരു നാടിനു വേണ്ടിയിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചു. അത് ഈ നാട്ടുകാർക്ക് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം പറഞ്ഞവരെ വെട്ടിക്കൊല്ലരുത് തെരുവിൽ എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ്. ഒരു മനുഷ്യനും ഒരാളും ഇതുപോലെ തെരുവിൽ വെട്ടിക്കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഇതെല്ലാവർക്കുമുള്ള താക്കീതാണ്. ഇതിൻ്റെ ഞാൻ അവസാനത്തെ ഗൂഢാലോചന, ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് അത് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഇനിയുള്ള പോരാട്ടം. ഇപ്പോൾ ഏരിയ കൃഷ്ണനൂടെ ഉൾപ്പെട്ടതോടുകൂടി പാർട്ടിയുടെ പങ്ക് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അത് മുകളിൽ നിന്നുള്ള ആലോചന ഇല്ലാതെ ഒരു വലിയ തലച്ചോർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാതെ ഇത് നടക്കില്ല. ആ തലച്ചോർ കണ്ടെത്തണം. ഇനി പോരാട്ടം അതിനു വേണ്ടിയാണ്. കുലംകുത്തികളാണ് എന്നാണ് ഞങ്ങളെ പിണറായി വിജയൻ വിളിച്ചത്. ഞങ്ങൾ കുലംകുത്തികളല്ല, ഞങ്ങൾ യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന് ഈ കുലംകുത്തികൾ ആരാണ് എന്നുമാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ KK രമയുടെ വിജയമാണ് ഇന്നും ഹൈക്കോടതിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് KK രമ പറയുന്നത്, കുലം കുത്തികൾ ഞങ്ങളല്ല, യഥാർത്ഥ പാർട്ടിക്കാരാണ് ഞങ്ങൾ. ഈ പ്രഖ്യാപനമാണ് KK രമ നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ നിയമ പോരാട്ടം ഇനിയും തുടരും എന്ന കാര്യമാണ് KK രമ വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനെ കുറ്റക്കാരനാണെന്ന് ഇതുവരെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടില്ല. ഇതിനെതിരെ ഇനിയും മേൽക്കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് KK രമ പറയുന്നത്. പക്ഷേ KK കൃഷ്ണനും ജ്യോതി ബാബുവും കുറ്റക്കാരായതോടുകൂടി CPM-ന്റെ വാദം പൊളിയുന്നല്ലോ എന്ന കാര്യവും KK രമ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോൾ ഉണ്ട് കൊച്ചിയിൽ. ഒപ്പം രാഷ്ട്രീയ വിശകലനവുമായി TG സജിത്തും. ഡാനി, ഇപ്പോൾ വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ടും പുറത്തു വന്നു കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കോടതി കണ്ടെത്തിയിരിക്കുന്നത്? അതുമാത്രമല്ല, ഇതിൽ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്, കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജയിലിലും വിയൂർ ജയിലിലുമൊക്കെ പ്രതികൾ കിടന്നപ്പോൾ എന്ത് ജോലിയാണ് ഇവർ ചെയ്തത് എന്ന് പോലും കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സഹായം കിട്ടിയതിനെ കുറിച്ച് പോലും, ജയിലിൽ കിട്ടിയ സഹായം, പാർട്ടിയിൽ നിന്ന് കിട്ടിയ സഹായം, ഇതൊക്കെ കോടതി മുൻപാകെ വന്നതാണല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഒരു പരിശോധനയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? മഞ്ജുഷ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ നമുക്കറിയാം TP വധക്കേസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതിൽ അകപ്പെട്ട പ്രതികൾ ജയിലിൽ കഴിഞ്ഞ കാര്യങ്ങൾ, അവരുടെ പ്രവർത്തികളടക്കം പലപ്പോഴും ഇത് വാർത്തയിലേക്ക് അടക്കം വന്നിട്ടുള്ളതാണ്. ഇതിലേക്കെല്ലാം തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു നോട്ടവും ഉണ്ടായിരിക്കുന്നത് എന്ന ഈ വിധിന്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയിലേക്ക് വരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഈ പ്രതികളുടെ ശിക്ഷ ഉയർത്തണം എന്നൊരു ആവശ്യം കൂടി KK രമ സമർപ്പിച്ച ഒരു ഹർജി കൂടി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഇതിനകത്ത്, ജയിലിനകത്ത് ഇവരുടെ ഒരു പെരുമാറ്റം, അവരുടെ ഒരു സാഹചര്യങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്ത് തന്നെയായിരിക്കുമെന്നത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫൈൻഡിങ്സുകൾ, ഈ കോടതിയുടെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം തന്നെയും 26-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അതിൽ അതീവ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം കോടതി ഇതിൽ 2 പേരെ കൂടി പ്രതികളാക്കിയിരിക്കുന്നു. അതായത് വിട്ടയച്ച 2 പേർ കൂടി KK കൃഷ്ണനും ജ്യോതി ബാബുവും CPM-ന്റെ പ്രാദേശിക നേതാക്കളാണ്. അവരെ കൂടി വീണ്ടും പ്രതിപട്ടികയിലേക്ക്
നിരീക്ഷണത്തിലേക്ക് അടക്കം വന്നിരിക്കുന്നു. 10 പേരുടെ ശിക്ഷ അതിൽ ശരിവെച്ചിരിക്കുന്നു. വിചാരണ കോടതി എന്ത് ശിക്ഷയാണോ വിധിച്ചത് ആ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതികൾ സമർപ്പിച്ചിരുന്നു. ആ ശിക്ഷ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി മറ്റു നിരീക്ഷണങ്ങളിലേക്ക് അടക്കം പോയിരിക്കുന്നത്. കെ രമ ഈ പ്രതിപ്പട്ടികയിൽ ഒഴിവാക്കി 24 പേരെ ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ ഇപ്പോൾ 2 പേരെ പ്രതി ചേർക്കാൻ, അത് CPM-ന്റെ പ്രാദേശിക നേതാക്കൾ തന്നെയാണ് ഇവരെ കൂടി പ്രതി ചേർക്കാനായിട്ട് കോടതി നിർദ്ദേശം വന്നിരിക്കുന്നു. ഇവർക്കുള്ള ശിക്ഷ കൂടി 26-ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ നിലവിലുള്ള ഈ 10 പേരുടെ ഈ ശിക്ഷ അത് കൂട്ടണം എന്നൊരാവശ്യവുമായിട്ട് തന്നെ മുന്നോട്ട് വന്നിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ഈ കോടതി ഈ നിരീക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്ന് പരിഗണനയ്ക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ കെ രമ പ്രതികരിച്ചിരുന്നത് ഇതിൽ ഒഴിവാക്കിയ പി മോഹൻ മാസ്റ്റർ അവർ ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ തന്നെ താൻ സുപ്രീം കോടതിയെ സമീപിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്നൊരാവശ്യവും താൻ ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മേൽക്കോടതിയിലേക്കും പോകും. തൻ്റെ ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്നവർ പറയുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കങ്ങളെയാണ് താൻ ലക്ഷ്യമിടുന്നത്. അതിനെ ആസൂത്രണം അതാണ് മാസ്റ്റർ ബ്രെയിൻ ആരാണ് ഇക്കാര്യം കണ്ടെത്തുമെന്നാണ് കെ രമ പറയുന്നത്. അവരുടെ ഇതുവരെയുള്ള വാദങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചതും. ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം കേൾക്കാം. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഒട്ടേറെ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. പക്ഷേ ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതിരുന്ന കേസിൽ ഇത്രയും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റിയത് അന്നത്തെ UDF സർക്കാരിന്റെ വിജയമായിരുന്നു എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരപരാധികളാണ് എന്ന് അന്നും CPM പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർന്നുള്ള അവരുടെ നിലപാടുകളിലും ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതിനോട് കൃത്യതയോടുകൂടി തന്നെ അന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത നിലപാട് കറക്റ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളെടുത്ത പ്രൈം അക്യൂസ്ഡാരാണ്. ആ പ്രൈം അക്യൂസ്ഡാണ് ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാം. അതിനകത്തുനിന്ന് ഒരാളിന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളിനെ പോലും കോടതി വെറുതെ വിട്ടിട്ടുമില്ല. ഒരു ദൃക്സാക്ഷിയില്ലാത്ത ഉണ്ടായ കൊലപാതകമാണ്. അതിൻ്റെ അർത്ഥം എന്താ? അത്ര പ്ലാൻഡായിട്ട് നടത്തിയിട്ടുള്ളതാണ്. ആ പ്ലാൻഡായിട്ടുള്ള കൊലപാതകം കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ തെളിവുകളോടുകൂടി കോടതിക്ക് മുമ്പിൽ എത്തിച്ച് കോടതി അതിൻ്റെ വിധി പ്രഖ്യാപനം ട്രയൽ കോടതി നടത്തി. അപ്പീൽ കോടതിയിൽ ചെന്നു. അപ്പീൽ കോടതിയും ട്രയൽ കോടതി എടുത്ത തീരുമാനം കറക്റ്റാണ് എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ അഭിമാനം തോന്നാൻ വേറെ എന്താ ഉള്ളത്? അതേസമയത്ത് തന്നെ വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് CPM-ന്റെ നിലപാട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം പറയുകയും ചെയ്തു. പി മോഹനനെ കുറ്റവിമുക്തനാക്കി, അല്ലെങ്കിൽ പി മോഹനനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ നടപടി അത് ഹൈക്കോടതി ശരിവെച്ചല്ലോ എന്ന ചോദ്യമാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. അതുമാത്രമല്ല, ഈ ഒരു കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ശ്രമമാണ് നടന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ ഈ രാഷ്ട്രീയമായി ഇത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത്? TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇതിപ്പോൾ CPM-ന് തിരിച്ചടി എന്ന രീതിയിൽ പറയാൻ പറ്റുമല്ലോ. കാരണം 2 നേതാക്കൾ പ്രാദേശിക നേതാക്കളാണെങ്കിൽ കൂടിയും കെ രമ പറഞ്ഞിരുന്നു പ്രാദേശിക നേതാക്കൾ അറിയാതെ, അതായത് ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റികൾ നടത്തുന്ന ഒരു കാര്യം ജില്ലാ കമ്മിറ്റികൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എങ്ങനെ? അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ. ഇവിടെ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും അംഗങ്ങളായിരുന്ന 2 പേർ കൂടി കുറ്റക്കാരായി മാറുകയാണ്, കെ കൃഷ്ണനും ജ്യോതി ബാബുവും. അപ്പോൾ അത് CPM-ന്റെ പ്രതിരോധം തകർക്കുന്നത് തന്നെയല്ലേ? നേരത്തെ കുഞ്ഞനന്ദൻ, ഇപ്പോൾ കെ കൃഷ്ണൻ, അതുപോലെ തന്നെ ജ്യോതി ബാബു. തീർച്ചയായും മഞ്ജുഷ, തർക്കമില്ല കാര്യത്തിൽ. 12 വർഷങ്ങൾക്കിപ്പുറവും TP-യുടെ രക്തസാക്ഷിത്വം CPM-ന് മുന്നിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതാണ് ഒറ്റവാക്കിൽ ഇക്കാര്യങ്ങളെ നമുക്ക് വിശദീകരിക്കാനാവുന്നത്. കാരണം 12 വർഷത്തിനിപ്പുറവും ഈ കേസ് കോടതിയിൽ വരുമ്പോൾ CPM-ന് നേരെ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ഹൈക്കോടതി വിധി പലതുകൊണ്ടും CPM-ന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതിലൊന്ന്, CPM-ന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവർ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുന്നതോടെ കൂടുതൽ CPM നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് കോടതി ശരിവെച്ചു എന്ന തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. മറ്റൊന്നുകൂടിയുള്ളത്, 26-ന് കോടതിയുടെ വിശദമായ വിധി വിസ്താരം ഉണ്ടാകും. അതായത് എന്തൊക്കെയാണ് ഈ പുതിയ 2 പ്രതികൾക്കും ഉണ്ടാകുന്ന ശിക്ഷ. മറ്റൊന്നുകൂടിയുള്ളത്, നിലവിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ
വർദ്ധിപ്പിച്ച് നൽകണം, അവർക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന്മേലും 26-ന് പ്രഖ്യാപനമുണ്ടാകും. അങ്ങനെയെങ്കിൽ അത് നിലവിലുള്ള പ്രതികൾക്കും പുതിയതായി പ്രതിപട്ടികയിൽ കുറ്റക്കാരെന്ന് തെളിയിക്കപ്പെട്ട 2 പേർക്കും മേൽ ഉണ്ടാവുന്ന കടുത്ത വെല്ലുവിളിയാണ്. അത് തീർച്ചയായിട്ടും. അത് മാത്രമല്ല സജിത്ത്, ഇപ്പോൾ കുഞ്ഞനന്തൻ മാത്രമാണ് പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തുണ്ടായിരുന്നയാൾ. പക്ഷേ കുഞ്ഞനന്തനെ ഈ കേസിൽ കുടുക്കുവാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ആണ് കോടതിയിൽ കുഞ്ഞനന്തനെ കുറ്റക്കാരനാക്കി മാറ്റിയത്. ഈ കാര്യമായിരുന്നുവല്ലോ CPM പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം കുഞ്ഞനന്തന് ആവശ്യമില്ലാത്ത സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, തുടർച്ചയായിട്ട് പരോൾ നൽകുക, അതുമാത്രമല്ല പ്രതികളുടെ കുടുംബത്തിലെ വിശേഷങ്ങൾക്ക് CPMന്റെ നേതാക്കൾ പങ്കെടുക്കുക. ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീർ പങ്കെടുത്ത കാര്യം അറിയാവുന്നതാണല്ലോ, രജീഷിന്റെ വിവാഹ സമയത്ത്. അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹം കണ്ടതാണ്. അപ്പോൾ ഇനിയും പ്രതിരോധിക്കുവാൻ ഈ 2 നേതാക്കൾ കൂടി വരുമ്പോൾ ഇനിയും പ്രതിരോധിക്കുവാനാണല്ലോ CPMന്റെ ശ്രമം. അതാണല്ലോ ഇന്ന് MV ഗോവിന്ദന്റെ വാക്കുകളിൽ കേട്ടത്. സ്വാഗതം ചെയ്യുന്നു. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് P മോഹനനെ കുറ്റക്കാരനായി കണ്ടെത്താത്തതാണ്. CPMന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണത്. കാരണം മറ്റൊന്നുമല്ല, ഈ TP കേസിൽ എന്ത് നിലപാടെടുത്ത് മുന്നോട്ട് പോകുമെന്നതിൽ ഇനി CPMന് വലിയ ആശങ്കയുണ്ട്. കാരണം പ്രതികളെ അങ്ങേയറ്റം ന്യായീകരിച്ച് മുന്നോട്ട് പോകാനുമാവില്ല. കാരണം അത് സമൂഹത്തിന് മുന്നിൽ ആ പാർട്ടിയുടെ പൊതു രീതി തന്നെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ഇമേജ് തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമായി മാറും. കാരണം 12 വർഷങ്ങൾക്ക് ഇപ്പുറവും CPMനെ കുഴയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കൊലപാതകമായി ഇത് മാറിയതിൻ്റെ കാരണം അതാണ്. ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞനന്തൻ്റേത് മാത്രമായി ഒതുങ്ങിയതെങ്കിൽ പിന്നീട് കുഞ്ഞനന്തൻ്റെ മരണം പോലും നമുക്കറിയാം, അതിൽ അന്വേഷണ ഏജൻസികൾ ളുടെ സമ്മർദ്ദം മൂലം ഈ ശിക്ഷയ്ക്കിടയിൽ ജയിലിനകത്ത് വെച്ച് മരണപ്പെടേണ്ടി വന്നു കുഞ്ഞനന്തന് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ പോലും CPM ശ്രമിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 CPM നേതാക്കൾ കൂടി ഈ പട്ടികയിലേക്ക് വരുന്നു എന്നത് തീർച്ചയായും കുഴയ്ക്കുന്നതാണ്. അതേസമയം CPM ഇതിൽ കണ്ടെത്തുന്ന ന്യായം P മോഹനെ വെറുതെ വിട്ട വിധി കോടതി ശരിവെച്ചതോടുകൂടി അത് തങ്ങളുടെ വിജയമാണെന്ന രീതിയിലേക്ക് CPM അതിനെ മാറ്റി ഈ വിഷയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. അതാണ് MV ഗോവിന്ദൻ്റെയും ഒപ്പം തന്നെ ഈ വിധിയിൽ സംബന്ധിച്ച P മോഹൻ മാസ്റ്ററുടെയും പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. മറ്റൊന്നുകൂടിയുള്ളത്, KK രമ ഇനി നടത്താൻ പോകുന്ന നിയമ പോരാട്ടമാണ്. സുപ്രീം കോടതിയിലേക്കും ഇത് നീളുകയാണ്. നിയമവിദഗ്ധരൊക്കെ പറയുന്ന കാര്യം, ഈ കേസിൽ ഗൂഢാലോചനയുണ്ട്, CPMന്റെ ഉന്നതതലത്തിൽ വലിയ ബന്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് KK രമയൊക്കെ ആരോപിക്കുമ്പോഴും അത് കോടതിയിൽ തെളിയിക്കപ്പെടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ്. എന്തായാലും പിൻവലിയാൻ തയ്യാറല്ലെന്ന് KK രമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. കൂടുതൽ ഇതിൻ്റെ കോൺസ്പിറസി സംബന്ധിച്ച അന്വേഷണം വേണം. ഒപ്പം തന്നെ P മോഹനെ വെറുതെ വിട്ട കേസിലും പുനഃപരിശോധന വേണമെന്ന് അവർ സുപ്രീം കോടതിയിലും ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് നീളുന്ന നിയമ പോരാട്ടം CPMന് മുന്നിൽ ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നു എന്നതാണ്. ഒരു കാര്യം കൂടിയുള്ളത്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ്. ലോക്സഭാ രാഷ്ട്രീയത്തിലേക്ക് ഈ കേസ് കൂടി കടന്നു വരുമ്പോൾ CPMന് വിശദീകരിക്കാൻ ഏറെ പാടുപെടേണ്ടി വരും എന്ന രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതുമാത്രം സഹിත ഒരു കാര്യം കൂടിയുണ്ടല്ലോ, 26-ന് പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശിക്ഷ കൂട്ടണം, പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണല്ലോ KK രമയുടെ മറ്റൊരു ആവശ്യം. അത് പരിഗണിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ CPM സംരക്ഷിക്കുന്ന ആളുകൾ കൊടിസുനിയും കിർമാണി മനോജും ഒക്കെ പരമാവധി ശിക്ഷ നേരിടേണ്ടി വരുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഈ സമീപകാലത്ത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നപ്പോൾ ആലപ്പുഴയിലെ കാര്യം നമുക്കറിയാവുന്നതാണ്. പരമാവധി ശിക്ഷ നൽകിയിരുന്നു കോടതി. ആ രീതിയിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കുന്നത് കൂടി ഉദ്ദേശിച്ചുള്ള കടുത്ത നടപടികളിലേക്ക് കോടതി പോവുകയാണെങ്കിൽ CPM കൂടുതൽ വെട്ടിലാവുമല്ലോ. തീർച്ചയായും. എന്ന് മാത്രമല്ല, 12 വർഷത്തിനിപ്പുറം അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടായെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമാവും. എന്ന് മാത്രമല്ല, തികച്ചും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായി അത് മാറുകയും ചെയ്യും. കാരണം ഈ പ്രതികൾക്ക് CPM സംരക്ഷണം ഒരുക്കുന്നു. ജയിലിനകത്തും പുറത്തും ആ സംരക്ഷണം പ്രകടമായിട്ടുണ്ട് എന്നതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പല കോടതികളിലും പ്രതിപക്ഷ ചേരികളിൽ നിന്നൊക്കെ ഉയരുന്ന വിമർശനമാണ്. സ്വാഭാവികമായും 26-ന് കോടതി ഇക്കാര്യത്തിൽ വീണ്ടും വിധി പറയുമ്പോൾ ഇക്കാര്യം കൂടി പരിഗണിക്കപ്പെട്ടാൽ അത് വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് 26 എന്ന ദിവസത്തിനും അങ്ങേയറ്റം ആകാംക്ഷയുയർത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയായി അത് മാറുന്നു എന്നതാണ്. മഞ്ജുഷ, ഈ കാര്യത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വരുമ്പോൾ നമുക്ക് പരാമർശിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് KK രമ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ വിജയമാണ്, RMP എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ വിജയമാണ്. കാരണം ഈ വിഷയത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിട്ടും അവർ കോടതിയിലും അല്ലാതെയും നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് കിട്ടിയ ഒരു പ്രതിഫലമായി കോടതി വിധി മാറുന്നു എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. കാരണം 12 വർഷങ്ങൾക്കിപ്പുറവും അവർ ഒരു TPയുടെ വിധവ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ സംസ്ഥാന നിയമസഭാംഗമായി മാറിക്കഴിഞ്ഞു.
അത്തരമൊരു പൊസിഷനിൽ നിൽക്കുമ്പോഴും ഈ പോരാട്ടത്തിലൂടെ വിജയം നേടുന്നത് സ്വാഭാവികമായും കെ രമയുടെ വ്യക്തിപരമായ വിജയത്തിനും അപ്പുറം RMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി മുന്നോട്ട് പ്രവർത്തിക്കാൻ ഊർജ്ജം നൽകുന്ന ഒരു വിധിയായി കൂടി അത് മാറുന്നുണ്ട്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 51 വെട്ട് CPM-നെ ഇപ്പോഴും തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കേരള ഹൈക്കോടതിയിൽ കണ്ടത്. നിയമ പോരാട്ടം തുടരുമെന്ന് കെ രമ പറഞ്ഞിട്ടുമുണ്ട്. MV ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം. ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു വലിയ നിയമയുദ്ധമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. മോഹൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ വലിയ കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ചിത്രം ഈ കേരളം മറന്നിട്ടില്ല. പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾ തന്നെ ജയിലിലടച്ച ഒരു പകവുകിട്ടതിൻ്റെ പ്രശ്നമായിട്ടാണ് പിന്നീട് അതിനെ കൈകാര്യം ചെയ്തത്. അത് ശരിയായ രീതിയിൽ കോടതി കണ്ടിരിക്കുന്നു എന്ന് വേണം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാം. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയുമാണ്. ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമണം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോകുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചത്. അതാണ് കാര്യം. TP ചന്ദ്രശേഖരൻ വധത്തിൽ CPM-ന് പങ്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ. അതേസമയത്ത് തന്നെയാണ് P മോഹനനെ വെറുതെ വിട്ടത് ഹൈക്കോടതി ശരിവെച്ചത് അത് ഈ കേസിൽ CPM-ന് പങ്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണെന്നും അതോടൊപ്പം തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും MV ഗോവിന്ദൻ പറയുകയാണ്. പ്രോസിക്യൂഷന്റെ ഒരു വിജയം കൂടിയാവുകയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി. പ്രോസിക്യൂഷൻ നടപടികളെക്കുറിച്ച് അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയുടെ പ്രതികരണം. കീഴ്ക്കോടതി വിധിയെ വളരെ ഗൗരവമായി തന്നെ ഈ കോടതി നന്നായി പരിശോധിച്ചിട്ടുണ്ട്. എല്ലാ തെളിവുകളും നമ്മൾ കൂലങ്കഷമായി എന്ന് തന്നെ പറയാം. അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ചെറിയ വിഷയങ്ങൾ പോലും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചതിനെയും വാദിഭാഗം ചൂണ്ടിക്കാണിച്ചതിനെയും കോടതി ക്ഷമയോടുകൂടി കേൾക്കുകയും അതിന് ഓരോന്നിനെയും അതിൻ്റേതായ അർത്ഥത്തിൽ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്ത് ഉണ്ടായിട്ടുള്ളൊരു നടപടിയാണ്. ഇതിൽ കീഴ്ക്കോടതിയിൽ വെറുതെ വിട്ടയച്ചിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള 2 പേരെ ഇതിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് KK കൃഷ്ണൻ 10ാം പ്രതിയും 12ാം പ്രതിയായുള്ള ജ്യോതി ബാബു എന്നിവർ ഇപ്പം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അവർക്കുള്ള ശിക്ഷ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് കേൾക്കണം എന്നുണ്ട് നടപടി പ്രകാരം. അത് കേൾക്കാൻ വേണ്ടി 26ാം തീയതിക്ക് അവരോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പ്രതികളെ നേരത്തെ ശിക്ഷ കൊടുത്തിട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ പോരാ എന്നുള്ളതും പ്രോസിക്യൂഷൻ്റെ അപ്പീലായിരുന്നു. അത് പരിഗണിക്കാൻ വേണ്ടി എൻഹാൻസ് പണിഷ്മെൻറ്റിനെ സംബന്ധിച്ച് വാദം കേൾക്കാൻ 26ാം തീയതിക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജയിലിൽ നിന്നൊക്കെയുള്ള പ്രൊബേഷൻ ഓഫീസറിൽ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ നിയമാനുസരണം കോടതി വിളിച്ചു വരുത്തേണ്ട എല്ലാം വിളിച്ചു വരുത്താനുള്ള ഉത്തരവുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് ഇനിയുള്ള 26ാം തീയതിത്തെ വാദം കേട്ട ശേഷം ഫൈനലായിട്ട് പറയും. എന്തായാലും വളരെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി പറയാം, നല്ലൊരു വിധിയാണ് കോടതി കൽപ്പിച്ചിട്ടുള്ളത്. അതിലുള്ള പോരായ്മയുണ്ടോ എന്നുള്ളത് വീണ്ടും ഞങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്. 26ാം തീയതി നിർണായകമാവുകയാണ്. നിലവിൽ ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്ന പ്രതികളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരും 26ാം തീയതി ഹാജരാകണം. അവർക്കുള്ള ശിക്ഷയും വിധിക്കും. ഗൂഢാലോചനയിലൂടെ അവർ 302-ലും കുറ്റക്കാരാണെന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. വധക്കേസിലും കുറ്റക്കാരാണ് ഈ 2 പേരും. അവർക്കുള്ള ശിക്ഷയും വിധിക്കും. കുഞ്ഞനന്ദന് ശേഷം ജ്യോതി ബാബുവും കൃഷ്ണനും 2 പേര് കൂടി CPM-ന്റെ നേതാക്കളായി ഈ പട്ടികയിലേക്ക് വരികയാണ്. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ കിട്ടുമോ എന്ന ചോദ്യവുമുണ്ട്. അത് ഹൈക്കോടതി പിന്നീട് തീരുമാനിക്കും. 12 വർഷത്തിന് ഇപ്പുറവും ഇതുവരെ കേരളം മറന്നിട്ടില്ല TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. ആ 51 വെട്ടുകൾ മറന്നിട്ടില്ല. ഒരിക്കൽ കൂടി ഓർത്തെടുക്കാം. MG മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, 2012 മെയ്, അതിനുശേഷം പ്രതികൾ അറസ്റ്റിലാകുന്നത്, പിന്നീടുള്ള കോടതി നടപടികൾ, ഇതേക്കുറിച്ചൊന്ന് പറയാമോ?
മഞ്ജുഷ്, ഈ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2012 മെയ് 4-നാണ് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നു. കൊലയാളി സംഘം ഉപയോഗിച്ച ഇനോവ കാർ മാഹിക്കടുത്ത് ചോക്ലിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകുന്നു. കാറിൽ രക്തത്തുള്ളികൾ അടക്കം അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ഇതേ തുടർന്ന് ഈ കാറുമായി കേന്ദ്രീകരിച്ച അന്വേഷണത്തെ തുടർന്നാണ് മെയ് 10-ന് കൊടിസുനി, വായ്പടച്ചി, റഫീഖ് എന്നിവരടക്കം 12 പേരെ ഉൾപ്പെടുത്തി പ്രാഥമിക പ്രതിപട്ടിക ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തയ്യാറാക്കുന്നു. മെയ് 11-ന് പ്രതികൾക്കായി ലൂക്കൌട്ട് നോട്ടീസ് അന്വേഷണ സംഘം പുറത്തിറക്കുന്നതാണ് പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്തത്. തുടർന്ന് പിന്നീടുള്ള 4 ദിവസത്തിന് ശേഷം CPM ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നത് മെയ് 15-നാണ്. CPM ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം പടയംകണ്ടി രവീന്ദ്രൻ ഉൾപ്പെടെ 5 പേർ ഈ കേസിൽ അറസ്റ്റിലാകുന്നു. അങ്ങനെ CPM ബന്ധം ഇതിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. തുടർന്ന് പിന്നീടുള്ള തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറസ്റ്റിലാകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. മെയ് 16-ന് CPM കുന്നുമങ്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമേന്ദ്രൻ അറസ്റ്റിലാകുന്നു. മെയ് 19-ന് CPM കുന്നോത്തുപാറ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു അറസ്റ്റിലാകുന്നു. അതായത് പിന്നീട് ജ്യോതി ബാബുവിനെ തെളിവുകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിടുന്നത് നമ്മൾ കാണുകയും ചെയ്തു. പിന്നീടാണ് ഇന്ന് ജ്യോതി ബാബു അതിൻ്റെ ഈ ഒരു വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നു. പിന്നീട് മെയ് 23-നാണ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഈ കൊലയാളി സംഘത്തിലെ ആദ്യത്തെ ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അണ്ണൻ എന്ന സിജിത്തിനെ മൈസൂരിൽ നിന്നുമാണ് അന്വേഷണ സംഘം പിടികൂടുന്നത്. മെയ് 24-ന് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയുമായ CS അശോകനെയും ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായ KK കൃഷ്ണനെയും അറസ്റ്റ് ചെയ്യുന്നു. KK കൃഷ്ണനെയും അന്ന് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുന്നതായിരുന്നു കാണുന്നത്. പക്ഷേ ഇന്ന് ഈ ജ്യോതി ബാബുവിനൊപ്പം KK കൃഷ്ണന്റെയും വെറുതെ വിട്ട നടപടി അത് കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. മെയ് 25-ന് CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം PP രാമകൃഷ്ണൻ അറസ്റ്റിലാകുന്നു. മെയ് 30-ന് വായ്പടച്ചി റഫീഖ് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രതി, കൊലയാളി സംഘത്തിലെ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള വായ്പടച്ചി റഫീഖ് പോലീസിന് മുമ്പിൽ കീഴടങ്ങുന്നു. ജൂൺ 7-ന് കൊലയാളി സംഘത്തിൽപ്പെട്ട രജീഷ് മുംബൈയിൽ നിന്നും അറസ്റ്റിലാകുന്നു. ജൂൺ 11-ന് കൊലയാളി സംഘത്തിലെ MC അനൂപ് അറസ്റ്റിലാകുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും തന്നെ ഈ കൊലയാളി സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള കൊടിസുനിയും കീർമാണി മനോജ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുന്നില്ലായിരുന്നു. ജൂൺ 14-ന് ഈ 3 പേരും കൊലയാളി സംഘത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള കൊടിസുനി, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി എന്നിവരെ കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രമായിട്ടുള്ള മുടക്കുഴിമലയിലെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസ് അതിസാഹസ്യമായിട്ടാണ് പിടികൂടുന്നത്. തുടർന്ന് ജൂൺ 23-ന് CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദൻ കോടതിയിൽ കീഴടങ്ങുന്നു. ജൂലൈ 5-ന് കൊലപാതക കേസിലെ പ്രതികളെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗം KK രാഗേഷിനെ പ്രതി ചേർക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജൂലൈ 18-ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KK രാഗേഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇത്രയും രീതിയിലുള്ള ഈ പ്രതിപട്ടിക വിപുലീകരിച്ചതിന് ശേഷം ഏകദേശം 76 പേരടങ്ങുന്ന പ്രതിപട്ടികയുടെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആഗസ്റ്റ് 13-ന് ഏകദേശം 3 മാസത്തിന് ശേഷമാണ് സമർപ്പിക്കുന്നത്. തുടർന്ന് സെപ്റ്റംബർ 11-ന് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കാരാ രാജനടക്കം 20 പേരെ തെളിവില്ല എന്ന് കണ്ട് കോടതി വെറുതെ വിടുകയും ചെയ്യുന്നു. തുടർന്ന് ഇതിന്റെ നിയമ പോരാട്ടങ്ങളായിരുന്നു പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്തു. ഒടുവിൽ 2014 ജനുവരി 23-ന് 36 പ്രതികളിൽ 12 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയും 24 പേരെ വിട്ടയച്ചും കോടതി വിധിയുണ്ടാകുന്നു. ഇവരുടെ ഈ 12 പേരുടെ വിധി പിന്നീട് ജനുവരി 28-ന് 2014 ജനുവരി 28-നാണ് പ്രസ്താവിക്കുന്നത്. പ്രതികളിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തുന്നു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് 31-ാം പ്രതി കൂടിയായിട്ടുള്ള പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷ. അങ്ങനെയായിരുന്നു കോടതി വിധി ഉണ്ടായത്. അതിനുശേഷം 12 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതിൽ കൂടുതൽ തിരുത്തലുണ്ടാകുന്നത്, വീണ്ടും ഒരു വിധി ഉണ്ടാകുന്നത്. അതിൽ 2 പേരെ വെറുതെ വിട്ട നടപടി അത് റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് വരികയും ചെയ്യുന്നത്. ശരിയാണ്. ശരി മിഥുൻ, എന്തായാലും ഈ നിയമ പോരാട്ടം ഇനിയും തുടരും. കൂടുതൽ പ്രതികളെ ഈ പട്ടികയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം തുടരുമെന്ന് KK രമ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകുന്നതിനുള്ള ശ്രമവും തുടരുകയാണ് കോടതികളിൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം